ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറഞ്ഞാൽ മോദിജിയാണ്. ഞാനോ അല്ലെങ്കിൽ പാർട്ടിയോ ഉദ്ദേശിക്കുന്നത് മികച്ച ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ചു വരണം, വട്ടിയൂർക്കാവ് കേരളത്തിലൊരു മാതൃകയാവണം എന്നുള്ളൊരാഗ്രഹമാണ്. ബി.ജെ.പിയുടെ ഒരു ഏറെക്കുറെ വളക്കൂറുള്ള ഒരു മണ്ണിൽ പോരാടുക എന്ന് പറയുന്നത് ഒരു ശ്രമകരമായ ദൗത്യമായി തോന്നുന്നു. LDF വന്നു കഴിഞ്ഞാൽ കടക്കണിയിൽ വീണ്ടും മുങ്ങിത്താഴ്ന്ന് ഇതുപോലെ വികസനം മുരടിപ്പും അഴിമതിയുമായിരിക്കും ഫലം എന്നതും, UDF വന്നു കഴിഞ്ഞാൽ അവരെ കൊണ്ട് എങ്ങനെയാണ് പുതിയതായിട്ട് സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കിക്കൊണ്ട് വരാൻ സാധിക്കുക. നമസ്കാരം, വാക്കുമറുവാക്കിലേക്ക് സ്വാഗതം. സ്ഥാനാർത്ഥി ചിത്രം പൂർണ്ണമായതോടെ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം ആവേശക്കൊടുമുടിയിലാണ്. മൂന്ന് മുന്നണികളും തികഞ്ഞ ആത്മവിശ്വാസത്തിലുമാണ്. വീറും വാശിയുമേറിയ പോരാട്ടം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു മുൻ DGP ശ്രീമതി R. ശ്രീലേഖ. സ്വാഗതം. താങ്ക് യു. ഈ സ്ഥാനാർത്ഥികളിൽ ഒരു സെലിബ്രിറ്റിയാണ്, അതിനപ്പുറത്ത് എല്ലാവരും കുറച്ച് ബഹുമാനത്തോടുകൂടി നോക്കുന്നൊരു വ്യക്തിത്വമാണ്. എല്ലാവരും ആകാംക്ഷയോടെയാണ് R. ശ്രീലേഖയുടെ ഒരു സ്ഥാനാർത്ഥിത്വം. ഈ കൗൺസിലറായി മത്സരിച്ചതിനപ്പുറത്തേക്ക് നിയമസഭയിലേക്ക് വരുമ്പോൾ, പ്രത്യേകിച്ച് വട്ടിയൂർക്കാവ് കൂടിയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നൊരു മണ്ഡലം കൂടിയാണ്. അവിടെ BJP കാൻഡിഡേറ്റായി R. ശ്രീലേഖ തന്നെ നേരത്തെ വരുമ്പോൾ ഉണ്ടാകുന്നൊരു ആകാംക്ഷ ഉണ്ടല്ലോ. ഇപ്പോൾ പ്രചാരണം തുടങ്ങി ഇത്രയും ദിവസം കഴിഞ്ഞപ്പോൾ എന്താ തോന്നുന്നത്? എനിക്കും അങ്ങനെ ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും നേരത്തെ തന്നെ ഈ രണ്ട് പ്രഗത്ഭരായിട്ടുള്ള എതിരാളികൾ ഉണ്ട് എന്ന്, രണ്ട് പാർട്ടിയിലും ഉണ്ട് എന്നറിഞ്ഞപ്പോൾ. പക്ഷേ ഇപ്പോൾ ഈ മൂന്നാമത്തെ ദിവസം കഴിഞ്ഞ് നാലാമത്തെ ദിവസമാണ് ഇന്ന് പ്രചാരണം നടത്തിയത്. വളരെയധികം ആത്മവിശ്വാസം തോന്നുന്നുണ്ട്. വളരെ നല്ല സപ്പോർട്ടാണ് ജനങ്ങളിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ കുറച്ചധികം ഷുവർ വോട്ടുകളുള്ള സ്ഥലമാണ്. പക്ഷെ അത് പോരാ. ഞാനോ അല്ലെങ്കിൽ പാർട്ടിയോ ഉദ്ദേശിക്കുന്നത് മികച്ച ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ചു വരണം, വട്ടിയൂർക്കാവ് കേരളത്തിലൊരു മാതൃകയാവണം എന്നുള്ളൊരാഗ്രഹമാണ്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ജനങ്ങളുടെ കുറച്ച് കൂടുതൽ പിന്തുണ എനിക്ക് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. കാരണം ഞാൻ എവിടെ ചെന്നാലും വളരെ ഊഷ്മളമായിട്ട് സ്വീകരിക്കുന്ന ഒരു കൂട്ടം ആളുകളെ കാണുന്നുണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകളെ. ഇപ്പോൾ ഞാൻ വീടാന്തരം കയറി ഇറങ്ങുന്നില്ല. കുടുംബ സംഗമങ്ങൾ നടത്തി കീ വോട്ടേഴ്സിനെ മീറ്റ് ചെയ്യുകയും, പിന്നെ അതുപോലെ ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ആളുകൾ, ഇപ്പോൾ മാർക്കറ്റ് ഏരിയ, ഒരു ചേരി, അതുപോലെയുള്ള പ്രദേശത്തൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ പരമ്പരാഗതമായിട്ട് BJPക്ക് വോട്ട് കിട്ടാത്ത സ്ഥലങ്ങളിൽ പോകുമ്പോൾ തന്നെ ചിലർ കരയുന്നു, ചിലരുടെ കൈ വന്ന് പിടിക്കുന്നു, ചിലർ മുത്തം ഇടുന്നു, ചിലർ ചേർന്ന് നിൽക്കുന്നു, ഫോട്ടോ എടുക്കണമെന്ന് പറയുന്നു. പിന്നെ അവരുടെ ഇത്രയും നാളുള്ള പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് മോളെങ്കിലും ശരിയാക്കി തരണേ എന്ന് പറയുന്നു. കാലിൻ്റെ പ്രശ്നം, അവരുടെ വീടിൻ്റെ പ്രശ്നം, പരിസരത്തുള്ള മാലിന്യം, തോടുകളുടെ പ്രശ്നം, അതൊക്കെ ഇങ്ങനെ ചേരി നിവാസികളും മാർക്കറ്റിലുള്ള ആൾക്കാരും പറയുമ്പോൾ വളരെയധികം ഒരു ആത്മവിശ്വാസം വരികയാണ്. അവരെന്നിൽ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. കൗൺസിലറായി കോർപ്പറേഷനിൽ വോട്ട് തേടുന്നതിനപ്പുറത്ത് ഒരു വലിയൊരു പ്ലാറ്റ്ഫോമിലാണ് ഇത്തവണ വരുന്നത്. നിയമസഭ എന്ന് പറയുമ്പോൾ വേറൊരു പ്ലാറ്റ്ഫോമാണല്ലോ. മാത്രമല്ല ഏറ്റവും അധികം അട്രാക്റ്റീവ് ആണ്, സ്റ്റേറ്റ് മുഴുവനും നോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. BJP സംബന്ധിച്ച് BJPക്ക് അത് ഏറ്റവും നിർണായകമായ മണ്ഡലം കൂടിയാണ്. ആ ഒരു കൗൺസിലറായി പ്രചാരണത്തിന് പോയതും ഇപ്പോൾ നിയമസഭയിലേക്ക് പ്രചാരണത്തിന് പോകുന്നതും തമ്മിലൊരു വ്യത്യാസം എങ്ങനെയാണ്? കൗൺസിലറായിട്ട് പ്രചാരണം നടത്തുമ്പോൾ കുറച്ചും കൂടെ ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയിരുന്നത്, ഒരുപാട് വിവാദങ്ങൾ ആ സമയത്ത് ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വരുമ്പോൾ തന്നെ ആളുകളിങ്ങനെ ഈ കൊമ്പത്തിരുന്ന ആളാണ്, അല്ലെങ്കിൽ ഒരു വലിയ ഐവറി ടവറിൻ്റെ മുകളിലിരുന്ന ആളാണ്, അവരെങ്ങനെ താഴെ ഇറങ്ങി വരും, അവർക്ക് ഈ ജോലി എങ്ങനെ ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള അനേകം ചോദ്യങ്ങളും പിന്നെ ട്രോളുകളും പരിഹാസങ്ങളും ഒരുപാട് പഴയ കാര്യങ്ങളൊക്കെ കുത്തിപ്പൊക്കി വിവാദമാക്കുകയും ചെയ്ത് തളർത്താനൊരു ശ്രമം നടത്തിയിരുന്നു. അപ്പോൾ അതിനെതിരെ ഒരു ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് ആളുകളോട് ഞാൻ വോട്ട് ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു പ്രചാരണം ആ ഒരു രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്നു. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ 4 ദിവസമായിട്ട് എനിക്ക് അങ്ങനെയുള്ള ഒരു നെഗറ്റിവിറ്റി ഫീൽ ചെയ്യുന്നില്ല. ആളുകൾ ആരും ഇങ്ങനെ അതുപോലെ ട്രോളുകൾ വരുന്നുണ്ട്, ഇതുപോലെ മോശമായിട്ട് പറയുന്നവരുണ്ട്. പക്ഷേ അതൊന്നും ആളുകൾ കാര്യമായിട്ട് എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരുന്നില്ല, ഒരു വിശദീകരണം ആവശ്യം വേണ്ടി വരുന്നില്ല. ആരും എന്നോട് ചോദിക്കുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എല്ലാവരും ചോദിച്ചു, മാഡം എങ്ങനെയാണ് ഞങ്ങളെ വോട്ട് ചെയ്ത് ജയിച്ചാൽ ഞങ്ങളുടെ കൂടെ നിൽക്കുമോ, ഞങ്ങളുടെ പരാതികൾ വിളിച്ച് പറഞ്ഞാൽ കേൾക്കുമോ, ഫോൺ എടുക്കുമോ എന്നൊക്കെ ചോദിച്ചിരുന്നത്. ഇപ്പോൾ അവരങ്ങനെ ചോദിക്കുന്നില്ല. കാരണം എനിക്കൊന്ന് ശാസ്ത്രമംഗലത്തെ എൻ്റെ 3 മാസത്തെ ഞാൻ എന്താണ് ചെയ്തത് എന്നുള്ളത് മിക്കവാറും എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്കൊരു വിശ്വാസ്യത വന്നിട്ടുണ്ട്, ഞാൻ അവരുടെ കൂടെ ഉണ്ടാവും എന്നുള്ളത്. സ്വാഭാവികമായി ഒരു 2 മാസം അല്ലെങ്കിൽ 3 മാസം കഴിഞ്ഞ് മറ്റൊരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ എന്താണെന്ന് ശീലമായൊരു സാധനമാണ്. ഒരു വലിയ ഗ്യാപ്പുമില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഒഴുക്കിന് ഈ സാധനം പ്രചാരണവും തെരഞ്ഞെടുപ്പൊക്കെ പോവുകയാണ്. അല്ല, വ്യത്യാസമുണ്ട്. കാരണം ഒരു കോർപ്പറേഷൻ തദ്ദേശ തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ വീടുകളും കയറി ഇറങ്ങി ഓരോരുത്തരെയും 2-3 പ്രാവശ്യം കാണണം.
ഓരോ വോട്ടർമാരെയും ഞാൻ കാണണം. അത്രേ ഉള്ളൂ. ഒരു 2000 വോട്ടേഴ്സ് വീടുകളും അത്രയും ഒരു 7000 വോട്ടേഴ്സും ഒക്കെ ഉള്ളൂ. 8,000 വോട്ടേഴ്സേ ഉള്ളൂ. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് 1.25 ലക്ഷം വോട്ടേഴ്സും 10-50,000 വീടുകളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എല്ലായിടത്തും കയറി ഇറങ്ങി ദിവസവും കുറവാണ്. വളരെ പെട്ടെന്നങ്ങ് അനൗൺസ് ചെയ്ത് നമ്മളിത് ഇനിയിപ്പോൾ 2 ആഴ്ചയും കൂടെ ഉള്ളൂ കഷ്ടിച്ച്. ആ സമയം കൊണ്ട് നമ്മളിത് ഇത്രയും ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിളാണ്. ഇപ്പോൾ 25 വാർഡുള്ള ഒരു നിയോജക മണ്ഡലമാണ്. അതിലിപ്പോൾ ഞാൻ 4 വാർഡുകൾ മാത്രമേ കവർ ചെയ്തിട്ടുള്ളൂ ഇതുവരെ. ബാക്കി ഉള്ള ഒരു 21 വാർഡുകൾ ഇനിയും ബാക്കി കിടക്കുന്നു. 14 ദിവസമേ ഉള്ളൂ. ഇതെങ്ങനെ എല്ലാം കൂടെ കവർ ചെയ്യുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു ആശയക്കുഴപ്പമുണ്ട്. എന്നാലും ഓടി നടന്ന് രാവിലെ തൊട്ട് രാത്രി വരെ ഞാനൊരു 7 മണിക്ക് മുമ്പേ വീട്ടിൽ നിന്ന് ഇറങ്ങും. എന്നിട്ട് ഞാൻ രാത്രിയിൽ ചിലപ്പോൾ 10-11 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും എത്തുക. ഇന്ന് അവധിയായിട്ട് പോലും നാളെ അവധിയായിട്ട് പോലും എനിക്ക് വിശ്രമമില്ല. ഓടി നടന്ന് ജോലി ചെയ്യുകയാണ്. ഒരു സഫലമാവും, ഒരു റിസൾട്ട് ഉണ്ടാവും. വട്ടിയൂർക്കാവ് എന്ന് പറയുന്നത് എതിരാളികളായി താങ്കളുടെ രാഷ്ട്രീയ എതിരാളികൾ ചില്ലറക്കാരൊന്നുമല്ല. ഒരാൾ സിറ്റിംഗ് MLA ആണ്, 8 വർഷമായി മണ്ഡലത്തിലാണ്. മറ്റേയാൾ അതിനു മുൻപ് ആ മണ്ഡല രൂപീകരണ കാലം മുതലേ അതിൻ്റെ MLA ആണ്. മാത്രമല്ല ലീഡർ K. കരുണാകരൻ്റെ മകൻ എന്നൊരു പ്രതിച്ഛായ അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ഇവിടെ രണ്ടുപേരെയും ഫൈറ്റ് ചെയ്തിട്ടാണ്. പക്ഷേ താങ്കൾക്കൊരു അനുകൂല ഘടകമെന്ന് പറയുന്നത് BJPക്ക് ഏറ്റവും കൂടുതൽ വേരോട്ടമുള്ളൊരു മണ്ഡലം കൂടിയാണ് നേമം വട്ടിയൂർക്കാവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കരുത്തന്മാരായ 2 രാഷ്ട്രീയ എതിരാളികളെ ഫൈറ്റ് ചെയ്ത് BJPയുടെ ഒരു ഏറെക്കുറെ വളക്കൂറുള്ള ഒരു മണ്ണിൽ പോരാടുക എന്ന് പറയുന്ന ഒരു ശ്രമകരമായ ദൗത്യമായി തോന്നുന്നുണ്ട്. അത് ശ്രമകരമാണ്. പ്രത്യേകിച്ചും ഇവരുടെ ഈ രാഷ്ട്രീയ പശ്ചാത്തലം എന്ന് പറയുന്ന 2 പേർക്കും വളരെ നല്ല ഒരു രാഷ്ട്രീയ പരിജ്ഞാനവും പശ്ചാത്തലവും ഉള്ളവരാണ്. ഒരുപാട് വർഷങ്ങളായിട്ട് ഇപ്പം ശ്രീ മുരളീധരൻ തന്നെ ഒരുപാട് നാളുകളായിട്ട് ഈ രാഷ്ട്രീയ രംഗത്തുള്ള ആളാണ്. VK പ്രശാന്തിന് അതുപോലെ മേയറായി ഒരു പരിജ്ഞാനമുണ്ട്. അതിനുശേഷം 2 പ്രാവശ്യം MLA ആയതുകൊണ്ട് അപ്പോൾ അവിടെയൊക്കെ വേരെന്ന് പറയുന്ന ആഴത്തിൽ ഇറങ്ങി കിടപ്പുണ്ട് വട്ടിയൂർക്കാവിൽ. അതുകൊണ്ട് ആ വേരുകൾ അവർക്ക് തുണയാകുന്നുള്ളതിന് സംശയമില്ല. ചില വളരെ വളരെ ഗാഠമായിട്ട് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. ഈ K. മുരളീധരൻ എന്ന് പറയുന്ന ആൾക്ക് ഇത്രയൊക്കെ ചെയ്യാൻ സാധിക്കും, ഇതൊക്കെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ വിശ്വസിക്കുന്നവരുണ്ടാവും. അതുപോലെ VK പ്രശാന്തിനും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളൊരു ഫാൻ ബേസ് അവിടെ ഉണ്ട്. അതൊക്കെ ഇതെല്ലാം അറിയാം, എനിക്കിതെല്ലാം അറിയാം. പക്ഷെ എന്നാലും എനിക്കൊരു വിശ്വാസമുണ്ട്. കാരണം ഞാനൊരു വ്യക്തി എന്നുള്ളത് മാത്രമല്ല, ഇത് ഭാരതീയ ജനതാ പാർട്ടിയാണ് എന്നെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയിരിക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറഞ്ഞാൽ മോദിജിയാണ്. മോദിജിയുടെ വികസിത ഭാരത സ്വപ്നം എന്ന് പറഞ്ഞത് ഭാരതത്തിലുടനീളം പ്രകടമായിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. കഴിഞ്ഞ 11-12 വർഷമായിട്ട് ഭാരതം എവിടെ നിന്ന് എങ്ങോട്ടേക്ക് കുതിച്ചുയർന്നു, എന്തുമാത്രം വികസനം കൊണ്ടുവന്നു, ലോകരാഷ്ട്രങ്ങളുടെ നിറുകയിൽ എത്തിച്ച് നിർത്തിയിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ആ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഞാൻ വരുമ്പോൾ എനിക്ക് കിട്ടുന്ന വോട്ടുകളെന്ന് പറയുന്നത് ചിലപ്പോൾ 40% എനിക്ക് കിട്ടിയാൽ അതിനകത്തുള്ള 60%-ലധികവും ഭാരതീയ ജനതാ പാർട്ടിക്ക് കിട്ടുന്ന വോട്ടാണ്. അതുകൊണ്ട് അതിലെനിക്ക് വലിയ ആത്മവിശ്വാസമുണ്ട്. കാരണം ഞാൻ എന്ന വ്യക്തിയിൽ ഉപരിയായിട്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് കേരളത്തിന് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി, വട്ടിയൂർക്കാവിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്ന് ബോധ്യമുള്ള പ്രബുദ്ധരായിട്ടുള്ള ഒരു ജനസമൂഹം വട്ടിയൂർക്കാവിലുണ്ട്. ഒരു വലിയ കൂട്ടം ജനങ്ങളുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ ഈ BJPക്ക് വേണ്ടി വോട്ട് ചെയ്യും. കാരണം അവർക്കിപ്പോൾ ഇതിനോടകം മനസ്സിലായി എന്താണ് CPM LDF ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് കോൺഗ്രസ് UDF ചെയ്യുന്നത്, ഇവരെങ്ങനെയാണ് പരസ്പരം ഇടപഴകി ചെയ്യുന്നത് എന്നുള്ളതും. LDF വന്നു കഴിഞ്ഞാൽ കടക്കണിയിൽ വീണ്ടും മുങ്ങിത്താഴ്ന്ന് ഇതുപോലെ വികസന മുരടിപ്പും അഴിമതിയുമായിരിക്കും ഫലം എന്നതും, UDF വന്നു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ജമാഅത്തി ഇസ്ലാമി, PFI പോലെയുള്ള തീവ്രവാദ സംഘടനകളുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് ഒരു അരാജകത്വം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ടെന്നും അവരെ കൊണ്ട് എങ്ങനെയാണ് പുതിയതായിട്ട് സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കിക്കൊണ്ട് വരാൻ സാധിക്കുക, കോൺഗ്രസിന് എങ്ങനെയാണ് ഇത്രയധികം, ഇപ്പോൾ ഇവർക്ക് പ്രചരണം നടത്താൻ പോലും അധികം ഫണ്ടൊന്നുമില്ല, അദ്ദേഹം K. മുരളീധരൻ സ്വന്തം കാശെടുത്ത് ഉപയോഗിക്കുന്നു എന്നൊക്കെ പറയുന്ന കിംവദന്തി ഞാൻ കേൾക്കുന്നുണ്ട്. എനിക്കറിയില്ല ശരിയാണോ എന്ന്. പക്ഷേ എന്നാലും ഇതുപോലെയുള്ള ഒരു പാർട്ടിക്ക് എങ്ങനെ കേരളത്തിനെ നല്ല രീതിയിൽ ഭരിക്കാൻ സാധിക്കും? അതേസമയത്ത് BJPയുടെ കയ്യിൽ അതിനുള്ള ആസ്തിയുണ്ട്, അതിനുള്ള കഴിവുണ്ട്, അതിനുള്ള ലക്ഷ്യബോധമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ഒരു പാർട്ടി എന്നുള്ള നിലയിൽ കേന്ദ്രത്തിൽ ഇങ്ങനെ മുന്നോട്ടുള്ള കുതിപ്പിനകത്ത് ഭാരതത്തിൻ്റെ കൂടെ കേരളം ഒരു പങ്കാളിയായി മാറിക്കഴിയുമ്പോൾ വലിയ വികസന സാധ്യതകളുണ്ട്. അപ്പോൾ അതാണ് എൻ്റെ ആത്മവിശ്വാസം. മണ്ഡല രൂപീകരണ കാലം മുതൽ ഇതുവരെ എത്തി നിൽക്കുമ്പോൾ ആ മണ്ഡലത്തിൽ ഇനി എന്തൊക്കെ വികസനമാണ് വരാനുള്ളത്? താങ്കളുടെ ഒരു കാഴ്ചപ്പാട് എന്താണ്? വട്ടിയൂർക്കാവിൽ വികസനം ഉണ്ടായിട്ടില്ല. പറയുന്നുണ്ട് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത്, പക്ഷേ ഉണ്ടായിട്ടില്ല. വട്ടിയൂർക്കാവിലൂടെ ഒരു പര്യടനം
നടത്തിയാൽ നിങ്ങൾക്ക് കാണാൻ എല്ലാവർക്കും കാണാൻ പറ്റും. അവിടെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന റോഡുകളും പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന കെട്ടിടങ്ങളും വികസനമില്ലായ്മ വിളിച്ചോതുന്ന തരത്തിലുള്ള പൊട്ടിയ ഡ്രെയിനേജ്, കുടിവെള്ളക്ഷാമം, അതുപോലെയുള്ള പല പ്രശ്നങ്ങളും അവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു തോടുകൾ, ഒരു കുളം തന്നെ വളരെയധികം പായൽ പിടിച്ച് ക്ലീൻ ചെയ്യാൻ പറ്റാത്ത വിധം അത് മുഴുവൻ അടച്ചു കെട്ടി. അതൊരു വലിയ അഴിമതിയാണ്. കോടിക്കണക്കിന് രൂപയുടെ ഏതൊരു ഫുട്പാത്ത് ഉണ്ടാക്കിയിട്ട് അതിനകത്തോട്ട് ഇറങ്ങാൻ പോലും ആൾക്കാർക്ക് പറ്റാതെ കൊതുകിനെ കൊണ്ട് നിറഞ്ഞ് അങ്ങനെയുള്ള പല പല വൃത്തികേടുകളും ചെയ്തു വച്ചിരിക്കുന്ന സ്ഥലമാണ് വട്ടിയൂർക്കാവ്. അപ്പോൾ അതിനടുത്ത് താമസിക്കുന്നവരൊക്കെ നിരന്തരം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇങ്ങനെയൊരു വികസനം ഞങ്ങൾക്ക് വേണ്ടാന്ന്. അതായത് 7 കോടി രൂപ ചിലവാക്കി എന്ന് പറഞ്ഞൊരു കുളത്തിൻ്റെ വെളിയിൽ എഴുതി വെച്ചിട്ട് ആ പണ്ട് ആളുകൾ കുളിച്ചുകൊണ്ടിരുന്ന കുളത്തിനകത്തോട്ട് ഇപ്പോൾ ആക്സസ് ഇല്ല ആളുകൾക്ക്, അവിടോട്ട് പോകാൻ പറ്റുന്നില്ല. അതുപോലെ അങ്ങ് കെട്ടിയടച്ച് ദുർഗന്ധം വമിക്കുന്ന കാട് വളരുന്ന ഒരു സ്ഥലമായി മാറി. അപ്പോൾ ഇതുപോലെയുള്ള വികസനം ആർക്കാണ് വേണ്ടത്? ഒരു നല്ല സ്ഥലം നിന്നിരുന്ന സ്ഥലം, ഒരു വില്ലേജ് ഓഫീസ് ഉണ്ടായിരുന്ന സ്ഥലം, ആ ഒരു വില്ലേജ് ഓഫീസിൻ്റെ സ്ഥലമാണ് റവന്യൂ ടവർ, മിനി റവന്യൂ ടവർ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രഹസനം പോലെ 2.25 ലക്ഷം ചിലവഴിച്ച് 1 കോടി താഴെ വരുന്ന ഒരു കെട്ടിടം പോലെ എന്തോ കെട്ടി വെച്ചിട്ട് മുമ്പിലുണ്ടായിരുന്ന 2 വെയിറ്റിംഗ് ഷെഡ്, ബസ്സുകൾ കാത്തു നിൽക്കുന്ന ആൾക്കാരുടെ വെയിറ്റിംഗ് ഷെഡ് പൊളിച്ച് അത് ആ കെട്ടിടത്തിൻ്റെ അകത്തോട്ട് കയറ്റി വെച്ചാൽ അവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് ബസ് വന്നാലും പോയാലും അറിയേയില്ല. ഇങ്ങനെയുള്ളൊരു സംവിധാനം. അതിൻ്റെ മുമ്പിൽ ഒരു പ്രൈവറ്റ് ഓർഗനൈസേഷൻ്റെ എംബ്ലമാണ് മിനി ടവർ എന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്നത്. കാവ് ഫെസ്റ്റിവൽ നടത്തുന്ന ഒരു പ്രൈവറ്റ് ആയിട്ടുള്ളൊരു സംഘടന, അവരുടെ വട്ടിയൂർ കാവ് എന്നുള്ള ആ കാവ് ഫെസ്റ്റിവലിൻ്റെ എംബ്ലമാണ് സർക്കാരിൻ്റെ മിനി റവന്യൂ ടവറിൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നത്. 2 ആന ഉള്ള ഒരു സർക്കാർ എംബ്ലം ഇല്ലേ, അതല്ലേ വെക്കേണ്ടത്? അതല്ല. ഇതാണോ വികസനം? അപ്പോൾ അതുപോലുള്ള വികസനം ജനങ്ങൾക്ക് വേണോ? ആ റവന്യൂ ടവർ ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ? എന്നാൽ ഉദ്ഘാടന മാമാങ്കമൊക്കെ കഴിഞ്ഞു, പക്ഷെ അത് ഫങ്ഷൻ ചെയ്യാനായിട്ടുള്ള പണി അതിനകത്ത് ചെയ്തിട്ടില്ല. അതിന് ഫങ്ഷൻ ഒരു പ്രവർത്തനക്ഷമമാകണം എന്നുണ്ടെങ്കിൽ വീണ്ടും 1 കോടിയും കൂടെ ചിലവാക്കണം. കാരണം വെറുതെ കാർഡ്ബോർഡ് വെച്ച് കെട്ടി ഒരു ഫസാഡെന്നൊക്കെ പറയില്ലേ, ഒരു മുഖംമൂടി പോലെ ഇങ്ങനെ പെയിൻ്റ് അടിച്ച് അങ്ങനെ വെച്ചിരിക്കുന്ന ഒരു കെട്ടിടമാണത്. ഇത്രയും നാൾ കൊണ്ട് ഈ മണ്ഡലത്തെ താങ്കൾ വിലയിരുത്തുന്നത് ഒരു വികസനവും ഇല്ല എന്നാണ്. അപ്പോൾ ഇനി താങ്കളാണ് മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് നിയമസഭയിൽ വരുന്നതെങ്കിൽ എന്തായിരിക്കും MLA ഫണ്ട് ഉപയോഗിച്ചും അല്ലാതെയുമൊക്കെ ആ മണ്ഡലത്തെ താങ്കൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വികസന കുതിപ്പ് എന്തായിരിക്കും? ഒന്നാമത്തെ കാര്യം വെച്ചാൽ അഴിമതി രഹിതമായിട്ട് നമുക്ക് കിട്ടുന്ന ഫണ്ട് വിനിയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ വളരെയധികം വികസനങ്ങൾ അവിടെ വരും. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ ഒരു ഫണ്ട് കൊണ്ടുവരുന്നത്, ആ ഒരു ഉദ്ദേശത്തിന് വേണ്ടി മാത്രം ആ ഫണ്ട് ചിലവാക്കുക. അത് മറ്റ് വകമാറ്റി ചിലവഴിച്ചോ അല്ലെങ്കിൽ വേറെ ഒരു പ്രഹസനം നടത്തി അത് അഴിമതിയാക്കി മാറ്റുകയോ ചെയ്യാതെ ചെയ്താൽ മാത്രം മതി. അത് കാണിച്ചു കൊടുക്കാൻ എന്നെക്കൊണ്ട് പറ്റും എന്നാണ് എനിക്ക് വിശ്വാസം. ഇപ്പോൾ റോഡുകളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ മുകളിൽ ഒരു കറുപ്പടിച്ചിങ്ങനെ വിട്ടതല്ലാതെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് പൊട്ടുന്നതൊന്നും ശരിയാക്കിയിട്ടില്ല. അപ്പോൾ അതുപോലെ ചെയ്യാൻ ഒരുപാട് കിടക്കുന്നു. നല്ല രീതിയിൽ റോഡ് വികസനം നടത്തിക്കഴിഞ്ഞാൽ ഒരു കരാർ ഒരു ആൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ 10 വർഷത്തേക്ക് ആ കരാറിൽ എന്ത് റോഡിൻ്റെ പൊട്ടൽ വന്നാലും അയാൾ കോൺട്രാക്ടർ സ്വന്തം ചിലവിൽ വഹിക്കണം എന്നുള്ള ഒരു ക്ലോസും കൂടെ എഴുതി ചേർത്ത് കഴിഞ്ഞാൽ 10 വർഷത്തേക്ക് ആ റോഡ് പൊട്ടിയാൽ അപ്പം തന്നെ റിപ്പയർ ചെയ്യേണ്ട ഒരു കാര്യവും കൂടെ നടക്കുമല്ലോ. അതുപോലെ പൊളിച്ചിട്ടിരിക്കുന്ന കുറേ സ്ഥലങ്ങളുണ്ടല്ലോ, അവിടെ വികസനം കൊണ്ടുവരാനായിട്ടുള്ള പ്രക്രിയകൾ തീർച്ചയായിട്ടും ഉണ്ടാവും. പേരൂർക്കട ഒരു മേൽപ്പാലം നിർമ്മിക്കാൻ വേണ്ടിയിട്ടും 2 സ്ഥലവും പൊളിച്ചിട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു ഫ്ലൈ ഓവർ പേരൂർക്കടയിൽ അനിവാര്യമാണ്, അതുണ്ടാക്കിയെടുക്കും ഞാൻ. പിന്നെ ഡ്രെയിനേജ് സംവിധാനം എന്ന് പറയുന്നത് ആ സ്ഥലത്ത് എല്ലായിടത്തും ഇല്ല. പല വീടുകളിലും പല കോളനികളിലും ഡ്രെയിനേജ് പ്രോപ്പറായിട്ടില്ല, ഇടയ്ക്ക് വെച്ച് നിന്നിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് കിണർ കുഴിച്ചിട്ടാണ് ഒരു ഡ്രെയിനേജ് തന്നെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് വട്ടിയൂർക്കാവ് മൊത്തമായിട്ട് ലിങ്ക് ചെയ്ത് ഡ്രെയിനേജ് കൊണ്ടുവരാനായിട്ട് എനിക്കൊരു പദ്ധതിയുണ്ട്. കുടിവെള്ളത്തിൻ്റെ പൈപ്പും ഒക്കെ ഒരുപാട് പഴകിയ ദ്രവിച്ച പൊട്ടിപ്പോണ്ടിരിക്കുന്ന ഒരു സാധനമുണ്ട്. അപ്പോൾ അത് മാറ്റിയിട്ട് പ്രധാനമന്ത്രിയുടെ ഒരുപാട് സ്കീംസ് ഉണ്ട്. അപ്പം ആ സ്കീമിനകത്ത് പെടുത്തിക്കൊണ്ട് എല്ലാ വീടുകൾക്കും കുടിവെള്ളം എത്തിക്കുക എന്നുള്ളത് വലിയൊരു ദൗത്യമാണ്. അതുപോലെ സ്ട്രീറ്റ് ലൈറ്റുകൾ കത്തിക്കാനുള്ള ഉജ്ജ്വൽ യോജനയുടെ ഫണ്ട് ഉണ്ടാവും. അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, വികസന മാതൃകകൾ നടപ്പിലാക്കാനായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ടും സംസ്ഥാന സർക്കാരിൻ്റെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടും വളരെ കാര്യക്ഷമമായിട്ട് നടത്താനായിട്ട് സാധിക്കും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. പിന്നെ നാടിൻ്റെ വികസനം എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ മാത്രമല്ല, നാട്ടുകാരുടെ, അവിടെ വസിക്കുന്ന ആൾക്കാരുടെ വികസനവും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേണ്ട, ഇപ്പോൾ നമ്മളിപ്പോൾ കൊടുക്കുന്ന ഈ ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നതും വിധവാ പെൻഷൻ എന്ന് പറയുന്നതുമൊക്കെ തുലവും തുച്ഛമാണ്. ഇപ്പോൾ 2000 രൂപ, 1500 രൂപ. അതുപോലെ ഇത് ഹരിതകർമ്മ സേനയ്ക്ക് കൊടുക്കുന്ന ഇത് ആശ്രയ വർക്കേഴ്സിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ഈ സമരം ചെയ്ത കുട്ടികളുണ്ടല്ലോ, അവർക്കൊക്കെ കൊടുക്കുന്ന ഫണ്ടെന്ന് പറയുന്നത് എല്ലാം കേന്ദ്ര സർക്കാരിൽ നിന്ന് വരുന്നതാണ്.
അപ്പോൾ അത് കുറച്ചും കൂടെ നല്ല രീതിയിൽ അർഹതപ്പെടുന്ന ആൾക്കാർക്ക് കിട്ടുന്ന രീതിയിൽ കൊടുക്കുക എന്നുള്ളത്, കുറച്ചും കൂടെ വർദ്ധിച്ച് കൊടുക്കുക എന്നുള്ളത് വലിയ ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അവർ ഈ 2000 രൂപ കിട്ടുന്ന സ്ഥലത്ത് ചിലപ്പോൾ 3000 കിട്ടുകയും ചെയ്യും. അതോടൊപ്പം അവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്താനുള്ള കാശ് ഉണ്ടാക്കി കൊടുക്കും. ഇപ്പോൾ വെജിറ്റബിൾ ഫാർമിങ്ങോ പശുവിനെ വളർത്താനോ കോഴി വളർത്താനോ ഒക്കെ ഉള്ള ഒരു സംവിധാനവും കൂടി അതോടൊപ്പം ചെയ്തു കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ അവർക്ക് സ്വയം ഇപ്പോൾ ഒരു സർക്കാർ കൊടുക്കുന്ന ഒരു പെൻഷൻ മാത്രം ജീവിക്കാതെ അതോടുപരിയായിട്ട് അവർക്കൊരു വരുമാന മാർഗം സ്വന്തമായിട്ട് കണ്ടെത്താൻ ശ്രമിക്കുക, ഒരു കട ഇട്ട് കൊടുക്കാനോ ഒക്കെയുള്ള ഒരുപാട് സ്കീംസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പൊതുവേ ആളുകളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക. ഏകദേശം 30-33% യുവാക്കൾ കേരളത്തിൽ നിൽക്കാതെ വിദേശത്ത് കടന്നു കളയും. വിദേശത്ത് മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലേക്കും കടന്നു കളയുന്നുണ്ട്. അവരെ തിരിച്ചു കൊണ്ടുവന്ന് അവർക്ക് സ്കില്ലിംഗ് എഡ്യൂക്കേഷൻ ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് സ്കില്ലിംഗ് പ്രത്യേകിച്ച് പിന്നോക്ക വിഭാഗക്കാർക്ക് സൗജന്യ തൊഴിലധിഷ്ഠിത കോഴ്സുകൾ നൽകണം എന്നുള്ളത് എനിക്ക് വലിയൊരു ആഗ്രഹമായിട്ട് നിലനിൽക്കുന്നു. അത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് തീർച്ചയായിട്ടും പ്ലേസ്മെൻറ്റ്, ഇതുപോലെ വിഴിഞ്ഞം പോർട്ട്, എയർപോർട്ട് തുടങ്ങിയ ഒരുപാട് സ്ഥലങ്ങൾ കേരളത്തിൽ തന്നെ ഉണ്ട്. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ ഒരുപാട് സ്ഥാപനങ്ങൾ ഇല്ലെങ്കിൽ പോലും ഏറ്റവും വലിയ HNL ഇരിക്കുന്നത് വട്ടിയൂർക്കാവിലാണ്. ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് മാത്രമാണ് ഒരു നല്ലപോലെ പ്രവർത്തിക്കുന്നത്. മറ്റേ എല്ലാം പൊട്ടിപ്പൊളിഞ്ഞു പോയി അവർ പൂട്ടിച്ചു, ട്രേഡ് യൂണിയനിസം പൂട്ടിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെയൊക്കെ നമുക്ക് ജോലി കൊടുക്കാനായിട്ട് സാധിക്കും ഇവരെ കൊണ്ട്. പക്ഷേ താങ്കൾ കൗൺസിലറായി മത്സരിക്കുന്ന സമയത്ത് നൽകിയ ഒരു പ്രചാരണ മുദ്രാവാക്യം അല്ലെങ്കിൽ താങ്കൾ മുന്നോട്ട് വെച്ച ഒരു പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഭരണം പടിവാതിൽക്കൽ, വീട്ടുവാതിൽക്കൽ ഭരണം എന്നതായിരുന്നു. അതോടൊപ്പം അനന്തപുരിയെ ലോകോത്തര നിലവാരമുള്ള ഒരു നഗരമാക്കി മാറ്റും. ആ രീതിയിൽ അത് ഏറെക്കുറെ വലിയ രീതിയിൽ പ്രചാരണം നേടിയ ഒരു മെസ്സേജ് ആയിരുന്നു അത്. അതേ രീതിയിൽ ഏതെങ്കിലും ഒരു പ്രചാരണ കാഴ്ചപ്പാട് എന്തെങ്കിലും ഇത്തവണ നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു മാനിഫെസ്റ്റോ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കൗൺസിലർ ആയിരിക്കുമ്പോഴുള്ള ഭരണം പടിവാതിൽക്കൽ എത്തുന്നതെന്നുള്ളതും അതുപോലെ സമഗ്രമായ വികസനം എന്നുള്ളതും IT ബേസ്ഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കാണാൻ പറ്റും. ഇപ്പോൾ ഓൾറെഡി ഒരു ആപ്പ് ഉണ്ടാക്കി കഴിഞ്ഞു. കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ എന്ത് വേണമെങ്കിലും നമുക്ക് ആപ്പിലൂടെ, ട്രിവാൻഡ്രം കോർപ്പറേഷൻ്റെ ഒരു ആപ്പുണ്ട്, അതിലൂടെ നമുക്ക് വെള്ളം വേണമെങ്കിൽ ടാങ്കർ ലോറി വേണമെങ്കിൽ ഇത് അടിച്ചാൽ മതി, അവർ വീട്ടിൽ വരും. അതുപോലെ അക്ഷയ കേന്ദ്രത്തിൽ നിന്ന് പണ്ട് കിട്ടിയിരുന്ന സഹായങ്ങൾ മുഴുവനും ഓൺലൈനായിട്ട് ആക്കി കഴിഞ്ഞു. നോക്കിയാൽ മതി, നിങ്ങൾക്ക് കാണാം. കോർപ്പറേഷൻ അതെല്ലാം ചെയ്ത് കഴിഞ്ഞു, നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണത്. പക്ഷേ നമ്മുടെ നിയമസഭ ഇതിനകത്ത് വരുമ്പോഴേക്കും ഞാൻ മാത്രം തീരുമാനിച്ചാൽ പോരാ. അതൊരു പാർട്ടിയുടെ മാനിഫെസ്റ്റോ ആണ്. പാർട്ടി പ്രകടന പത്രിക ഇറക്കിയിട്ട് പാർട്ടിയുടെ എന്തൊക്കെയാണ് നടത്താൻ പോകുന്നതെന്നുള്ളത് പാർട്ടി തീരുമാനിക്കും. അപ്പോൾ അതുകൊണ്ട് ആ പ്രകടന പത്രിക 25-ാം 26-ാം തീയതി പുറത്തു വരും. ഞാൻ മാനിഫെസ്റ്റോ കമ്മിറ്റിയിൽ ഒരു മെമ്പറായിരുന്നു. ഇതൊരു ഈ മാനിഫെസ്റ്റോ BJP മുന്നോട്ട് വയ്ക്കുന്ന മാനിഫെസ്റ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ളൊരു വികസനത്തിൻ്റെ മാനിഫെസ്റ്റോ ആയിരിക്കും. അതിൻ്റെ ഒരു മെമ്പർ ആയിരുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അത്രയ്ക്ക് സമഗ്രമായിട്ടുള്ള വിവിധ മേഖലകളെ സ്പർശിച്ചുകൊണ്ടുള്ളതാണ്. അതിപ്പോൾ ഞാനിപ്പോൾ ആ സർപ്രൈസ് പൊളിക്കുന്ന ശരിയല്ല, അത് പാർട്ടി പ്രസിഡന്റ് തന്നെ പറയട്ടെ. തലസ്ഥാന നഗരം എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ല BJP സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ നിർണായകമായ ഒരു ജില്ല കൂടിയാണ്. കാരണം BJP ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന സ്റ്റാർ കാറ്റഗറിയിൽ പെടുത്തുന്ന കൂടുതൽ നിയമസഭാ മണ്ഡലങ്ങൾ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയാണ്. നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, സെൻട്രൽ ഉൾപ്പെടെയൊക്കെ BJPക്ക് വേരോട്ടമുള്ള മണ്ഡലങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു മണ്ഡലത്തെയാണ് താങ്കൾ പ്രതിനിധീകരിക്കുന്നത്. ആ രീതിയിൽ ഏതെങ്കിലും ഒരു സമ്മർദ്ദമുണ്ടോ, അതോ വലിയൊരു ആത്മവിശ്വാസമാണോ? സമ്മർദ്ദത്തെക്കാൾ കൂടുതൽ എനിക്ക് നന്ദിയാണുള്ളത്. ഭാരതീയ ജനതാ പാർട്ടി എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ഒരു ദൗത്യത്തിലേക്ക് വളരെയധികം ഒരു കൃതജ്ഞതയാണ് ഇപ്പോഴും പലപ്പോഴും. താങ്ക് യു എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചല്ലോ എന്നുള്ളൊരു ഫീലിംഗാണ് എനിക്ക് എപ്പോഴും തോന്നുന്നത്. അപ്പോൾ എന്നും രാവിലെ എണീക്കുമ്പോൾ തന്നെ ഞാൻ പറയും, നല്ലൊരു ജോലിയാണ് ഇന്ന് ചെയ്യാനിരിക്കുന്നത്. രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഈ പ്രോഗ്രാം ചാർട്ട് ചെയ്ത് തലേദിവസം രാത്രി തരും. ഏകദേശം 11 മണിയാവും തന്നെ. ഇപ്പോൾ രാവിലെ 7 മണി തൊട്ട് രാത്രി 10 വരെ എന്തൊക്കെയാണെന്ന് ഇങ്ങനെ മിനിറ്റ് ബൈ മിനിറ്റ് പ്രോഗ്രാം തരും. ഇപ്പോൾ ഞാനത് വായിച്ചുകൊണ്ടാണ് കിടക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ അലാറം വെച്ച് എണീക്കുമ്പോൾ ഞാൻ ആദ്യമായിട്ട് എൻ്റെ മനസ്സിൽ വരുന്ന താങ്ക് യു ഇതുപോലൊരു അവസരം ചെയ്യാനായിട്ട് ഭാരതീയ ജനതാ പാർട്ടി എനിക്കൊരു അവസരം തന്നല്ലോ എന്നുള്ള ഒരു ഐ ആം സോ പ്രൗഡ് ടു ബി പാർട്ട് ഓഫ് ദിസ് എന്നുള്ളൊരു ഫീലിംഗാണ് കൂടുതൽ മുഴച്ച് നിൽക്കുന്നത്. എനിക്ക് വിഷമമില്ല, അല്ലെ എനിക്കൊരു ടെൻഷനില്ല, എനിക്ക് സമ്മർദ്ദമില്ല, ഒന്നുമില്ല. കാരണം സമ്മർദ്ദം എന്നുള്ളൊരു കാര്യമേ പാർട്ടി എൻ്റെ മുകളിൽ തന്നിട്ടില്ല. എൻ്റെ പ്രവർത്തകരെല്ലാവരും ഫുള്ളായിട്ട് എൻ്റെ കൂടെ ഹൃദയം കൊണ്ടെന്ന് പറയുന്നത് പോലെ ഫുള്ളായിട്ട് എൻ്റെ കൂടെ നിൽക്കുകയാണ്. പാർട്ടി പ്രവർത്തകരെല്ലാവരും, എല്ലാവരും, കാര്യകർത്താക്കന്മാരെല്ലാവരും കൂടെ നിൽക്കുന്നു, അവരെ സപ്പോർട്ട് ചെയ്യുന്നു, അവരെ ഓരോ നിമിഷവും അവരെൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട്. പിന്നെ കൂടാതെ ജയിച്ച് വരും എന്നുള്ളതിൻ്റെ ഒരു ഉറപ്പ്, എന്തോ എനിക്കൊരു ആ വൈബ്രേഷൻ എവിടെ പോയാലും നമ്മളെ പ്രചാരണത്തിനായിട്ട് എവിടെ പോയാലും ഐ എം ഗെറ്റിംഗ് എ വെരി പോസിറ്റീവ്
വൈബ്രേഷൻ ഫ്രം ദ പീപ്പിൾ. അപ്പോൾ ഞാൻ ജയിക്കും, ഇനി ഭൂരിപക്ഷം തീരുമാനിച്ചാൽ മതി, എന്തായാലും ജയിക്കും എന്ന ഒരു ഫീലിംഗ് ആണ് എനിക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. അതുകൊണ്ട് എനിക്ക് യാതൊരു വിധത്തിലുള്ള സമ്മർദ്ദമില്ല. ഐ എം വെരി കൂൾ അബൌട്ട് ഇറ്റ്. ഇപ്പോൾ തദ്ദേശമായാലും പാർലമെൻ്റ് ആയാലും നിയമസഭയായാലും മൂന്ന് പാറ്റേൺ ആണ്. അതുകൊണ്ട് അതിലുണ്ടായൊരു തരംഗം ഒന്നും തന്നെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് സംസ്ഥാനം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായതുകൊണ്ട് സ്വാഭാവികമായും പാറ്റേണൊക്കെ വോട്ടർമാരുടെ ചിന്താഗതികളൊക്കെ മാറി എന്നൊരു വിലയിരുത്തലാണ്. അങ്ങനെ അല്ലെങ്കിൽ ആ ഒരു ആത്മവിശ്വാസത്തിലാണ് താങ്കളുടെ എതിർചേരി കളത്തിൽ നിറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാൽക്കുലേഷൻ എവിടെയെങ്കിലുമൊക്കെ താങ്കൾക്കുണ്ട്? അവർക്ക് എന്തെങ്കിലും പറയാൻ വേണ്ടേ, അവരുടെ ആത്മവിശ്വാസത്തിനായിട്ട് എന്തെങ്കിലുമൊക്കെ പറയാൻ വേണ്ടേ, അതുകൊണ്ടാണ് അവരിതിൽ വ്യത്യാസം കാണുന്നത്. പക്ഷേ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം പിന്നെ ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പ് വന്നിട്ടില്ലല്ലോ. അതിനിടയ്ക്ക് പക്ഷേ ലോക്സഭാ തിരഞ്ഞെടുപ്പും തദ്ദേശ തിരഞ്ഞെടുപ്പും വന്നു. അവിടെ ഉണ്ടായ ട്രെൻഡ് എങ്ങനെയാണ് തിരിച്ചു പോകുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. കൂടുന്നല്ലേ ഉള്ളൂ. ഇപ്പോൾ 2 പാർട്ടികളിൽ നിന്നും UDF-ൽ നിന്നും LDF-ൽ നിന്നും ധാരയായിട്ട് ആളുകൾ BJP-യിലേക്ക് വരുന്നു. നമ്മുടെ SIR പുതുക്കി, എന്നിട്ട് കുറേ അനധികൃതമായിട്ടുള്ള ആളുകളെ അതിനകത്തുനിന്ന് ഒഴിവാക്കി. നല്ല പ്യുവറായിട്ടുള്ള വോട്ടർമാർ മാത്രം അടങ്ങുന്ന SIR അവിടെ വന്നു കഴിഞ്ഞു. വോട്ട് വിഹിതം എന്ന് പറയുന്നത് കൂടാനേ പോകുന്നുള്ളൂ, കുറയാൻ ഒരിക്കലും പോകുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കാതെ അവർക്ക് എന്തെങ്കിലും ന്യായീകരണം പറയാൻ വേണ്ടി പറയുന്നതായിരിക്കും. കാരണം എൻ്റെ ഏറ്റവും വലിയ ആശങ്ക എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷന് 56-57% മാത്രമേ വോട്ടർമാർ ബൂത്തിൽ വന്ന് വോട്ട് ചെയ്തുള്ളൂ വട്ടിയൂർക്കാവിൽ നിന്ന്. അത് മാറ്റണം. അതുകൊണ്ടാണ് ഈ LDF-നും കോൺഗ്രസ്സിനും മാറി മാറി ഭരിക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് വോട്ട് വിഹിതം BJP-ക്ക് കുറയുന്നത്. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് ഉറപ്പായിട്ട് പറയാൻ സാധിക്കും, ഞങ്ങൾ അത്രയ്ക്ക് അടിസ്ഥാന ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 70-75% അല്ല 80% അടുപ്പിച്ചുള്ള ആൾക്കാർ 1,65,000 വോട്ടർമാരാണ് വട്ടിയൂർക്കാവിലുള്ളത്. അതിൽ ഒരു 1,20,000-30,000 പേരെങ്കിലും വന്ന് വോട്ട് ചെയ്താൽ അവർ വീട്ടിൽ മടി പിടിച്ചിരിക്കാതെ, ഇപ്പോൾ എല്ലാവരും പ്രായപൂർത്തിയായവരാണ്. ഇപ്പോൾ യുവാക്കളെ നമുക്ക് കാണാൻ പറ്റില്ല. വീടുകളിലെ എല്ലാ അച്ഛനമ്മമാരും പ്രായപൂർത്തിയായ വയോജനങ്ങളൊക്കെയുള്ള സ്ഥലമാണ് വട്ടിയൂർക്കാവ് കുറേ ഉള്ളത്. അപ്പോൾ അവർ നല്ല പണക്കാരാണ്, മക്കളൊക്കെ വിദേശത്താണ്, അവർ നല്ല കാശുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് എന്തായാലും എന്താണെന്നുള്ളൊരു ധാരണയിൽ വോട്ട് ചെയ്യാൻ പൊതുവെ പോകാറില്ല. പക്ഷേ ഇപ്രാവശ്യം ഒരു വോട്ട് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും BJP-ക്ക് മുൻതൂക്കം കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ശ്രമം. അതായത് അപ്പർ ക്ലാസ്സൊക്കെ BJP-യോട് താല്പര്യമുള്ളവർ എന്നാണോ താങ്കൾ പറയുന്നത്? അപ്പർ ക്ലാസ് മാത്രമല്ല, എല്ലാവരും അതെ. ലോവർ ക്ലാസ്സും അപ്പർ ക്ലാസ് അടിസ്ഥാനമാക്കിയിട്ടുള്ളവർ ഒരു രീതിയല്ല കാണുന്നത്. പക്ഷേ ഇപ്പോൾ പത്രങ്ങൾ വായിച്ച് അതിൽ മാത്രം വിശ്വസിച്ച് പോകുന്ന ജനങ്ങളുടെ എണ്ണം കുറഞ്ഞു. അവർക്ക് കാര്യങ്ങൾ സ്വന്തമായിട്ട് വിശകലനം ചെയ്ത് മനസ്സിലാക്കാനുള്ള കഴിവ് ആർജിച്ച് കഴിഞ്ഞു. അപ്പോൾ അത് നമ്മൾ സംസാരിക്കുമ്പോൾ പല വിഭാഗത്തിനും താഴോട്ടുള്ളവരും ഒക്കെ മനസ്സിലാകുന്നുണ്ട്. പക്ഷേ അപ്പർ ക്ലാസ് വോട്ട് ചെയ്യാതിരുന്നവരെ കൊണ്ട് വോട്ടും കൂടെ ചെയ്യിച്ചാൽ വിഹിതം കൂടും. അതാണ് ഞാൻ പറഞ്ഞത്. കേരളത്തിൽ മൊത്തത്തിൽ BJP വലിയ പ്രതീക്ഷയാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണക്ക് കൂട്ടുന്നത്. അപ്പോൾ താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? BJP കണക്ക് കൂട്ടുന്നതിനപ്പുറത്തേക്ക് വ്യക്തിപരമായി താങ്കൾക്ക്, കാരണം ഒരുപാട് തിരുവനന്തപുരം മാത്രമല്ല മറ്റു ജില്ലകളിലൊക്കെ തന്നെ എല്ലായിടത്തും പ്രതീക്ഷയുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു ഏകദേശം എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? ഒരു ഡിസൈഡിംഗ് ഫാക്ടറായി ഇത്തവണ വളരെ നിർണായകമായിട്ടുള്ള ഒരു ശക്തിയായിട്ട് ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ മാറും ഈ ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇപ്പം നമ്മൾ കണക്ക് പറയാനായിട്ട് പറ്റില്ല. ഇന്നും ഞാൻ അബദ്ധത്തിലൊരു കണക്കെന്ന് പറഞ്ഞ ഒരു സീറ്റ് പോലെ പറഞ്ഞു, പക്ഷേ അത് ശരിയല്ല. കാരണം അത് എൻ്റെ ഇന്നത്തെ കാഴ്ചപ്പാടനുസരിച്ച് ഇപ്പോൾ ഞാൻ 3 ദിവസമേ പ്രചരണം, 4ാമത്തെ ദിവസം പ്രചാരണം നടത്തിയിട്ട് എനിക്കെങ്ങനെ പറയാൻ പറ്റും ഇത്രയും ട്രെൻഡ് എന്ന് പറയുന്നത്? എനിക്ക് പറയാൻ പറ്റില്ല അത്. അപ്പോൾ എൻ്റെ മിനിമം അത്രയെങ്കിലും പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് മാറാം. നമ്മൾ തിരുവനന്തപുരത്ത് നമ്മുടെ നഗരസഭാ തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് തന്നെ ആരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ ഇങ്ങനെ 51 സീറ്റ് അല്ലെങ്കിൽ 50 സീറ്റ് കൗൺസിലർമാരെ BJP-ക്ക് കൊണ്ടുവരാൻ പറ്റും? 45 വർഷത്തെ ഭരണത്തിന് ശേഷം ചരിത്രത്തിലെ ആദ്യമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഭരണം പിടിച്ചെടുക്കാൻ പറ്റും എന്നുള്ളത് പൊതുവെ ആരും പ്രതീക്ഷിച്ചില്ല, പത്രങ്ങളാരും പറഞ്ഞില്ല, ഇല്ലല്ലോ. പക്ഷേ അതൊരു വിശ്വാസമായിരുന്നു, എൻ്റെയും വിശ്വാസമായിരുന്നു. ഞാനും പറഞ്ഞുകൊണ്ടിരുന്നു 51-55 കിട്ടും എന്നുള്ള ഒരു വിശ്വാസം എൻ്റെ മനസ്സിലായ സമയത്തേ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ഞാനത് പലയിടത്തും പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വിശ്വാസം നമുക്ക് വരുന്നത് നമ്മുടെ പ്രവർത്തനം കൊണ്ടാണ്. നമ്മൾ ആളുകളിൽ നിന്ന് റെസ്പോൺസ് കിട്ടുമ്പോൾ അവർ പറയുന്നതനുസരിച്ചാണ്. അപ്പോൾ എനിക്ക് തിരുവനന്തപുരം എന്ന് പറയുന്നത് എൻ്റെ ഒരുപാട് ബന്ധുക്കളും എല്ലാവരും കൂടെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ അവരൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴാണ് നമുക്ക് ഈ വൈബ് കിട്ടുന്നത്. അതുപോലെ ഇപ്പോൾ കിട്ടുന്ന 3-4 ദിവസം കൊണ്ട് കിട്ടുന്നത് പോലെ ആയിരിക്കില്ല ഇനി നമ്മുടെ BJP-യുടെ പ്രവർത്തകരെല്ലാം പ്രചരണ രംഗത്ത് ചൂടായിട്ട് ഇറങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ 2-3 ഇപ്പോൾ എല്ലാവരുടെയും പേര് അനൗൺസ് ചെയ്തേ ഉള്ളൂ. 23-ാം തീയതി നാമനിർദ്ദേശ പത്രിക കൊടുക്കേ ഉള്ളൂ എല്ലാവരും. ആ സമയം കഴിയുമ്പോഴേക്കുമേ നമ്മൾ ഫുള്ളായിട്ട് പ്രചരണ രംഗത്ത് ഇറങ്ങുള്ളൂ. അപ്പോൾ ഈ 2 ആഴ്ച കൊണ്ടാണ് വലിയ മാറ്റങ്ങൾ ഇവിടെ സംഭവിക്കാൻ പോകുന്നത്.
പ്രചാരണ രംഗം BJP ശക്തി പ്രാപിച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടും തോന്നുന്നില്ല. BJP ഒരു വളരെ വലിയ നിർണായക ശക്തിയായിട്ട് കേരളത്തിൽ ഉയർന്നു വരും. എല്ലാ വിജയ ഭാവുകങ്ങളും നേരുന്നു. ഇത്രയും സമയം വാക്ക് മറുവാക്കുമായി സഹകരിച്ചതിന് നന്ദി. താങ്ക് യു സോ മച്ച്.